ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഞാൻ ഇന്നിവിടെ തയ്ക്കാൻ പോകുന്നത് ഒരു ലോങ് നെക്ക് എങ്ങനെ ലൂസാകാതെ നമുക്ക് തയ്ക്കാമെന്നുള്ളതാണ്. ഈ സാരി കണ്ട, ഇതൊരു 20,000 രൂപയുടെ സാരിയാണ്. ഇത് ഒരു കല്യാണ പെണ്ണിൻ്റെ അമ്മായിക്ക് ഉടുക്കാനായിട്ട് അവർ വാങ്ങിക്കൊടുത്ത സാരിയാണ്. അതിനത്രയും കോസ്റ്റ് ഉണ്ട്. ഇത് ഞാൻ പറയാൻ കാര്യം, ഇതിൻ്റെ ബ്ലൗസാണ് ഞാനിന്ന് തയ്ക്കുന്നത്. അതായത് അത്രയും വില കൂടിയ സാരിയുടെ ബ്ലൗസ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടി തയ്ക്കുകയാണ്. കാരണം ഇത് വീഡിയോ ഇടാൻ വേണ്ടി എൻ്റെ സ്വന്തം പൈസയ്ക്ക് മേടിച്ച് തയ്ക്കുന്ന തുണിയൊന്നും അല്ല. ഇത് കസ്റ്റമർക്ക് കൊടുക്കാൻ ഞാൻ തയ്ക്കുന്നതാണ്. അപ്പം ഞാൻ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ഇത്രയും വില കൂടിയ തുണിയെ ഞാൻ തയ്ക്കണം എന്നുള്ളത് പറയാനാണ് ഞാൻ ഈ സാരിയുടെ വിലയും ഇതൊക്കെ പറഞ്ഞത്. പിന്നെ ഈ സാരി ബ്ലൗസിന് ലൈനിങ് ഇടാൻ ഒരിക്കലും ലൈനിങ്ങിൻ്റെ കുറഞ്ഞ തുണി വാങ്ങരുത്. ഇതിപ്പം വാങ്ങിയിരിക്കുന്നത് ബ്ലൗസ് പീസ് തന്നെയാണ്. നല്ല വില കൂടിയ ബ്ലൗസ് പീസ് തന്നെ ലൈനിങ്ങിന് വാങ്ങിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ അത് ഒന്നുകിൽ വാഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തുള്ള വിയർപ്പ് കൊണ്ടോ അത് ചുളുങ്ങും, ലൈനിങ് ചുളുങ്ങുമ്പോൾ അതിൻ്റെ മുകളിലുള്ള തുണി ലൂസാവും. പിന്നീട് അത് ഉടുക്കുമ്പോൾ മോശമായിരിക്കും. പിന്നെ ഇതിൻ്റെ അളവ്, ഇത് 36 ഇഞ്ച് ബ്ലൗസ് അളവിൻ്റെ ആണ് ഞാൻ കാണിക്കുന്നത്. അതിൻ്റെ കട്ടിങ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചപ്പോൾ ആർക്കും അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായില്ലെന്ന് പറഞ്ഞു. കാരണം ഞാനത് കുറച്ച് സ്പീഡാക്കി. ഒരുപാട് നേരം ആൾക്കാർക്ക് ഇരുന്ന് കാണാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ ഒരു 15 മിനിറ്റ് ഉണ്ട്. ഈ 15 മിനിറ്റ് നിങ്ങൾ കണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല. കാരണം അത്ര ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഇനി ബ്ലൗസ് വെച്ച് കൊടുക്കാൻ കഴിയും. ആ ഒരു ഗ്യാരണ്ടി എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് നല്ല ശ്രദ്ധിച്ച് കാണണം. അപ്പോഴും നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാവും. ഇതിപ്പോൾ കൈ ഞാൻ ആദ്യമേ വെട്ടുന്ന കൈയാണ്. ഇതിപ്പോൾ ഞാൻ കൈ വെട്ടുന്നില്ല, കാരണം വെട്ടി മാറ്റി വെക്കും. ഇത് ഒരു മോഡലിൽ ഞാൻ തയ്ക്കാൻ ഉദ്ദേശിക്കുന്നതായതുകൊണ്ടാണ് ആ കൈ വെട്ടി മാറ്റി. പിന്നെ നമ്മൾ ഈ ലൈനിങ് ബ്ലൗസ് തയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ലൈനിങ് വേണം ആദ്യം കട്ട് ചെയ്യാൻ. ലൈനിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യണം. കാരണം പട്ട് സാരിയൊക്കെ കട്ട് ചെയ്യുമ്പം അത് തുണിയൊക്കെ നമുക്ക് വേസ്റ്റ് ആക്കിയൊന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എപ്പോഴും നമ്മൾ ലൈനിങ് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഇപ്പോൾ ഇതിൻ്റെ വണ്ണം നമ്മൾ അളന്നെടുക്കാൻ പോവുകയാണ്. വണ്ണം നമ്മൾ അളക്കുന്നത് എങ്ങനെയാണ്? ഹിപ്പ് അളവിൻ്റെ 4/1, അതായത് 36ന്റെ 4/1 9, അതിൻ്റെ കൂടെ 3 ഇഞ്ച് കൂട്ടി, അതായത് 9, 10, 11, 12 ഇഞ്ച്. 12 ഇഞ്ച് വണ്ണത്തിലാണ് നമ്മൾ ഈ ബ്ലൗസ് തയ്ക്കാൻ പോകുന്നത്. ഇപ്പം 36 ഇഞ്ച് വണ്ണമുള്ള ഈ ബ്ലൗസിന് ഒരു 16 ഇഞ്ച് ലെങ്ത് വേണം. 16, 16.5 ലെങ്ത് വേണം. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി, അല്ലെങ്കിൽ 1.5 ഇഞ്ച് കൂട്ടിയൊക്കെയാണ് സാധാരണ എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 17.5 ഇഞ്ച് ലെങ്തിലാണ് ഈ ബ്ലൗസ് തയ്ക്കാൻ പോകുന്നത്. കാരണം 36 ഇഞ്ചൊക്കെ ബാക്കിൽ കുറച്ച് മാംസമൊക്കെ ഉള്ളവർക്ക് അതിങ്ങനെ തള്ളി നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാനാണ്. ഷോൾഡർ 5 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഷോൾഡർ എപ്പോഴും നമ്മൾ 5 ഇഞ്ചേ എടുക്കുകയുള്ളൂ. അതിൽ ഒരു മാറ്റവും ഇല്ല. അത് മാറണമെങ്കിൽ കഴുത്തിൻ്റെ ലെങ്ത് അനുസരിച്ചാണ് അത് മാറുന്നത്. ഇതൊരു ലോങ് നെക്കാണ്, അതായത് 11 ഇഞ്ച് ഇറക്കത്തിലാണ് ഈ നെക്ക് വെട്ടുന്നത്. ഇതിന് വള്ളിയൊന്നും വെച്ച് തയ്ക്കുന്നില്ല. വള്ളി വെക്കുന്നതിന് നമുക്ക് എങ്ങനെ വേണോ തയ്ക്കാം. ഇതിൻ്റെ കഴുത്തിൻ്റെ വിട്ട് 1.5 ഇഞ്ചേ എടുക്കുള്ളൂ. കാരണം തയ്ച്ച് വരുമ്പോഴേ 2 ഇഞ്ച് ആവാവും. 1.5 ഇഞ്ച് എടുത്ത് തയ്ച്ച് വരുമ്പം 2 ഇഞ്ച് ആവും. താഴെ ഭാഗം നമ്മൾ എടുക്കുന്നത് മേളിൽ 1.5 ആണെങ്കിലും 11 ഇഞ്ച് ലെങ്തിൽ താഴെ ഭാഗം നമ്മൾ എടുക്കുന്നത് 2.5 ഇഞ്ചാണ്. ഇതാ 2.5 ഇഞ്ചിലാണ് നമ്മൾ താഴെ മാർക്ക് ചെയ്യുന്നത് അടിഭാഗം. മുകളിൽ എപ്പോഴും 1.5. ഇത്രയും ലെങ്തി ആയതുകൊണ്ടാണ്. സ്കെയിൽ വെച്ച് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഒരു ചെറിയ കർവ് കൊടുത്ത് അത്രയും ഭാഗത്ത് വരച്ചെടുത്താൽ മതി. കാരണം ഇത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ 2 ഇഞ്ചിട്ട് വെട്ടിയ അങ്ങ് പിളർന്ന് വലിപ്പം എന്നല്ല, മലർന്നു പോവും കഴുത്ത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
തയ്ച്ച് വരുമ്പോൾ ഇതിലൊക്കെ ഇനി തയ്യൽ തുമ്പൊക്കെ പോകാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ അത് കറക്റ്റ് ആവും. ആം ഹോള് 6 ഇഞ്ച്, അതിൽ ഒരു മാറ്റവും ഇല്ല. ഏത് ബ്ലൗസ് വെച്ചാലും ഈ ആം ഹോളിന് ഒരു മാറ്റവും ഇല്ല. 6 ഇഞ്ച് ആം ഹോള്. അത് നമ്മളിങ്ങനെ വരച്ച് ഒന്ന് ലെവൽ ചെയ്ത് വെക്കണം. 5 ഇഞ്ച് തന്നെ. ഒന്നുകൂടെ നമ്മൾ നോക്കി അളവെല്ലാം കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടെ നോക്കി. ഇനി ഇതാ കുഴിച്ച് വെട്ടുന്നത്, ആം ഹോൾ കുഴിക്കുന്നത് 1 ഇഞ്ചാണ് ഞാൻ കുഴിക്കുന്നത് കേട്ടോ. ബാക്കും ഫ്രണ്ടും ഒക്കെ 1 ഇഞ്ച് തന്നെ, അതിൽ ഒരു മാറ്റവും ഇല്ല. പിന്നെ ആ 6 ഇഞ്ചിൽ നിന്ന് പകുതി 3 എടുക്കണം. ഇങ്ങോട്ട് ചെസ്റ്റിൻ്റെ അങ്ങോട്ട് എടുക്കുമ്പോൾ അവിടെയും ഒരു 3 ഇഞ്ച് ആം ഹോളിൻ്റെ ഇവിടെ നിന്ന് അളന്നെടുക്കണം. എന്നിട്ട് ഇത് ഇങ്ങനെ വരച്ച് അതിൽ കൊണ്ട് മുട്ടിക്കണം. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ആം ഹോള് കർവ് ചെയ്ത് എടുക്കുന്നത് ഈ ബ്ലൗസിന്. ഇനി നമുക്കത് വെട്ടിയെടുക്കാം. അവിടെയൊക്കെ തയ്യൽ തുമ്പ് പോകും കേട്ടോ. അതുകൊണ്ടാണ് 1.5 ഇഞ്ചിൽ നിർത്തിയത്. തയ്യൽ തുമ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അത് 2 ഇഞ്ച് ആവും എങ്ങനെയായാലും. ബേക്ക് വെട്ടിയെടുത്ത് ഇനി ഈ ബേക്ക് വെച്ച് നമ്മൾ പേപ്പർ പാറ്റേൺ വെട്ടുകയാണ്. ഞാൻ ഈ തയ്ക്കുന്ന ബ്ലൗസ് മുഴുവനും പേപ്പർ പാറ്റേൺ വെട്ടിയേ തയ്ക്കാറുള്ളൂ, അല്ലാതെ തയ്ക്കൂല ഞാൻ. കാരണം അതൊരു ക്ലിയർ ആവൂല. ക്ലിയർ എന്ന് വെച്ചാൽ നമുക്ക് ബ്ലൗസൊക്കെ എപ്പോഴും നല്ല ടിപ്പിന് നിൽക്കണ്ടേ തയ്ച്ചിട്ടാൽ. അതുകൊണ്ട് പേപ്പർ പാറ്റേണൊക്കെ വെട്ടി നല്ല ഭംഗിയായിട്ട് നല്ല കറക്റ്റായിട്ട് തന്നെ തയ്ക്കണം. അതായത് ഇതിൻ്റെ അടിഭാഗത്ത് ഒരു 1/2 ഇഞ്ച് നമ്മൾ വിടും, അത് തയ്യൽ തുമ്പാണ്. അത് കട്ടിങ് വെട്ടുമ്പോഴത്തേക്ക് തയ്യൽ തുമ്പ് പോവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ 1/2 ഇഞ്ച് വിടുന്നത്. എന്നിട്ട് ഇതുപോലെ കറക്റ്റിന് വെക്കുക. മേളിലെ ആ കഴുത്തിൻ്റെ അവിടെ നമ്മൾ 1.5 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തണം. വേണ്ട, ഇങ്ങനെ അടയാളപ്പെടുത്തി മൊത്തത്തിൽ അടയാളപ്പെടുത്തുക. ബാക്ക് വെച്ച് തന്നെ നമ്മൾ ഫ്രണ്ടും വെട്ടുകയാണ്. ഇനി ആ തുണി അങ്ങ് മാറ്റുക. ഇനി നമ്മൾ ഫ്രണ്ട് നെക്ക് വെട്ടുകയാണ്. ഇതാ 6 ഇഞ്ച്, അതിൽ കൂടരുത്. ഇനി ആർക്കെങ്കിലും കൂടുതൽ വേണമെന്ന് പറയുകയാണെങ്കിൽ മാത്രം, എന്നാലും വെട്ടുമ്പോൾ 6 ഇഞ്ചേ വെട്ടാവൂ. ഇത് അവിടുത്തെ വിട്ട് 2 എടുക്കണം കേട്ടോ. മേളിൽ നമ്മൾ 1.5 എടുത്തിട്ടുള്ളൂ, പക്ഷെ താഴത്തെ വിട്ട് 2 എടുക്കണം. നമ്മൾ വെട്ടുമ്പോൾ എപ്പോഴും ഈ കണക്കിനെ വെട്ടാവൂ. ഇനി ആർക്കെങ്കിലും കഴുത്തിനൊക്കെ കുറച്ചുകൂടെ ഇറക്കം വേണമെന്ന് പറഞ്ഞാൽ തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് നോക്കണം എത്ര ഉണ്ടെന്ന്. നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ 1/2 ഇഞ്ചും കൂടെ കുഴിച്ച് വെട്ടുക. അല്ലാതെ വെട്ടുമ്പം ഇത്രയേ വെട്ടാവൂ. കഴുത്ത് ലൂസാകാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് ശ്രദ്ധിക്കാതിരുന്നാൽ ഉറപ്പായിട്ടും കഴുത്ത് ലൂസാവും. നമ്മൾ ബാക്കും ഫ്രണ്ടും ഒക്കെ 1 ഇഞ്ച് തന്നെ, അതിൽ ബാക്കിൽ കൂടുതൽ ഫ്രണ്ടിൽ കുറവ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ ഡോട്ടിന് നമ്മൾ ഈ ഷോൾഡറിൻ്റെ സെൻറ്റർ പിടിച്ചാണ് താഴോട്ട് അളക്കാനുള്ള. ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിട്ട് താഴോട്ട് അളക്കുക. നേരെ 11 ഇഞ്ചാണ് ഞാൻ ഇതിൻ്റെ ലെങ്ത് എടുക്കുന്നത്, അതായത് ഡോട്ട് ഇടാനുള്ളത്. അവിടെ നിന്ന് താഴോട്ട് 3 ഇഞ്ച്, കാരണം ഇതിൻ്റെ ലെങ്ത് 17.5ആണ്. അപ്പോൾ ഡോട്ട് ഇടാൻ നമ്മൾ അവിടെ നിന്ന് താഴോട്ട് 3 ഇഞ്ചാണ് എടുത്തത്. ഇനി സൈഡിലേക്ക് നമ്മൾ കട്ടിങ് വെട്ടാൻ എടുക്കുന്നത് 5.5 ഇഞ്ചാണ്. 5.5 ഇഞ്ചാണ് ഇതിൻ്റെ കട്ടിങ് ഹൈറ്റ്. ഇപ്പുറത്തെ സൈഡിലും അതുപോലെ 5.5 ഇഞ്ച് തന്നെ കട്ടിങ് എടുക്കണം. എന്നൊരാൾ ചോദിച്ചു, അങ്ങനെ 2 സൈഡിലും എടുത്താൽ എങ്ങനെയാണ് ബാക്കും ഫ്രണ്ടും എന്നൊക്കെ ചോദിച്ചു. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തയ്ക്കുമ്പോൾ മനസ്സിലാവും. അത് ലാസ്റ്റ് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഇനി ബാക്കിലോ ഫ്രണ്ടിലോ ഒരല്പം കൂടുതലോ കുറവോ ഉണ്ടെങ്കിൽ അത് അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. പക്ഷെ വെട്ടുമ്പോൾ ഇങ്ങനെ തന്നെ വെട്ടണം. ഡോട്ട് ഒരാൾ ചോദിച്ചു, കട്ടിങ് നമ്മൾ എങ്ങനെ വെട്ടും, അപ്പുറത്തും ഇപ്പുറത്തും ഒരേ അളവായ ലെവലാവൂല. കാരണം നമ്മൾ 3 ഇഞ്ച് ആ ഡോട്ട് ഇടാനുള്ള ഇറക്കിയിട്ട് അവിടെയാണ് നമ്മൾ കുഴിച്ച് നമ്മൾ വരച്ചിട്ടേക്കണത്. കണ്ടോ, ആ സംശയം ചോദിച്ചാലിന് ഇത് കാണുമ്പോൾ മനസ്സിലാവും.
ഇങ്ങനെയാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത്, ഡോട്ട് വെട്ടിയെടുക്കുക, അല്ല കട്ടിങ് വെട്ടിയെടുക്കുന്നത് കേട്ടോ. ഇപ്പുറത്തെ സൈഡ് നമ്മൾ കട്ടിങ് വെട്ടിയിട്ട് ഈ സൈഡ്, ഈ ആംഹോളിൻ്റെ സൈഡ് നമ്മൾ ഒരു 1.5 ഇഞ്ച് ഒഴിവാക്കും. കാരണം നമ്മൾ ഡോട്ട് ഇടുമ്പോഴത്തേക്ക് ആ 1.5 ഇഞ്ച് പോവും. അതുകൊണ്ടാണ് ആ 1.5 ഇഞ്ച് നമ്മൾ ഒഴിവാക്കി ഈ 1.5 ഇഞ്ച് നമ്മൾ ഒഴിവാക്കുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് ഹൈറ്റ് കുറവ് വരൂലേ എന്നൊക്കെ എല്ലാവർക്കും തോന്നും. കുറവൊക്കെ വരും. അത് നമ്മൾ ഫുള്ള് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് അത് മനസ്സിലാവാതെ കുറവ് വന്നാൽ എന്ത് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. ഇനി തയ്ക്കുമ്പോഴും പറയും. ഇനി ആ കട്ടിങ്, ആ പേപ്പർ പാറ്റേൺ വെച്ച് നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതുപോലെ വെക്കണം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ആ മൂലയുണ്ടല്ലോ, മൂല, അവിടെ ഒരു ത്രികോണം വരും കണ്ടോ, ഒരു ത്രികോണം. ആ ത്രികോണം വരണം. അതാണ് ശരിക്കും ക്രോസ്. അങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് വെക്കണം. കൂടെയും കുറേയും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാതെ അതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ പിടിച്ചിട്ട് വെട്ടാൻ പറ്റുമെങ്കിൽ അങ്ങ് വെട്ടിയാലും മതി. ഇനി അത് പറ്റാത്തവർ ഇതുപോലെ മാർക്ക് ചെയ്യണം. വെക്കുമ്പോൾ എല്ലാ സൈഡും ഒന്ന് നോക്കിയിട്ട് തന്നെ വെക്കണം. ഞാൻ ആദ്യം വെച്ചപ്പോൾ ഒരു സൈഡ് മാറിപ്പോയി, അതുകൊണ്ട് പിന്നെ രണ്ടാമത് വെക്കേണ്ടി വന്നു. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ആ പാറ്റേൺ വെക്കുമ്പോൾ എല്ലാ സൈഡും നമ്മൾ കറക്റ്റ് ആണെന്ന് നോക്കി തന്നെ വെക്കണം. കണ്ടോ, എൻ്റെ വര ഇപ്പുറത്തോട്ട് കുറച്ച് മാറി കിടക്കുന്നുണ്ടോ? അത് ഞാൻ ആദ്യം വെച്ചപ്പോൾ ഒരു ശകലം മാറിപ്പോയതാണ്. പിന്നെ രണ്ടാമത് കറക്റ്റ് ചെയ്ത് വെച്ചേക്കാണ് അത്. നമ്മൾ ലൈനിങ് തുണിയാണ് ആദ്യം വെട്ടുന്നത്. അത് വെട്ടുമ്പോൾ കറക്റ്റ് അളവിന് തന്നെ വെട്ടിയെടുക്കണം. മെയിൻ പീസ് വെട്ടുമ്പോൾ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാലും കുഴപ്പമില്ല. കാരണം ലൈനിങ് വെച്ചാണ് നമ്മൾ തയ്ച്ചത് ഫിനിഷ് ചെയ്യാനുള്ളത്. വെട്ടി, ഫ്രണ്ട് വെട്ടി. ഇനി നമ്മൾ കട്ടിങ് വെട്ടുകയാണ്. നമ്മൾ കട്ടിങ് വെട്ടി വെച്ച പേപ്പർ അവിടെ ഇരിപ്പുണ്ട്, പാറ്റേൺ ഇരിപ്പുണ്ട്. അതെടുത്ത് വെച്ചിട്ട് കട്ടിങ്, എത്ര കട്ടിങ് വേണമെങ്കിലും തുണി ഉള്ള അനുസരിച്ച് കട്ടിങ് വെട്ടുക. പിന്നെ കട്ടിക്ക് തുണി വേണമെങ്കിൽ പാൻ പീസോ അല്ലെങ്കിൽ കട്ടി തുണിയോ ഏതെങ്കിലും വെച്ച് നമ്മൾ ഒരു 2 കട്ടിങ്ങും കൂടെ വെട്ടുക. പലരും ഇത് കണ്ട് തയ്ച്ച് കറക്റ്റ് ആയെന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക്സ്. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ വീഡിയോ ലെങ്ത് ആയി പോകുന്നുള്ളത് കൊണ്ടാണ് മെയിൻ പീസെല്ലാം ഞാൻ ഈ കട്ടിങ് വെച്ച് ലൈനിങ് വെച്ച് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നിങ്ങളെ കാണിക്കണ്ട, കാരണം ലൈനിങ് വെച്ച് അങ്ങ് വെട്ടുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് അത് കാണേണ്ട കാര്യമില്ല. ലൈനിങ് നിങ്ങൾക്ക് മനസ്സിലാവത്തക്കവണ്ണമുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈനിങ്ങിൻ്റെ വെട്ടിയത്. അതുകൊണ്ട് അത് വെച്ച് മെയിൻ പീസ് ഞാൻ വെട്ടിയെടുത്ത്. അല്ലെങ്കിൽ അതും കൂടെ കാണിച്ചു തന്നാൽ ഈ സമയം കൊണ്ട് തീരൂല. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ നാളെ ഇടും. ഇത് കൈ വെട്ടുകയാണ്. കൈ ഞാൻ വേറൊരു മോഡലാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ലൈനിങ് ഞാൻ വെട്ടി വെക്കുകയാണ്. മെയിൻ പീസിൽ അത് ചെയ്യുമ്പോൾ, അത് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ കൈയുടെ വണ്ണം നമ്മൾ അളക്കുന്നത് നമ്മുടെ ഹിപ്പ് അളവിൻ്റെ 4/1 9 ഇഞ്ച്, അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ചേർത്താണ് നമ്മൾ കൈ വണ്ണം അളന്നെടുക്കുന്നത് കേട്ടോ. അത് ആർക്കായാലും അങ്ങനെ തന്നെയാണ് കൈ വണ്ണം അളന്നെടുക്കുന്നത്. കൈയുടെ ലെങ്ത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്, കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. അത് നമ്മളെ ബാധിക്കുന്നതല്ല. പിന്നെ കുഴിക്കുന്നത് 3 ഇഞ്ചേ കുഴിക്കാവൂ, അതിൽ കൂടുതൽ കുഴിക്കരുത്, ഏത് ബ്ലൗസ് ആയാലും. അതുപോലെ ഇവിടത്തെ വിട്ട് അതിന് 2 ഇഞ്ചേ എടുക്കാവൂ കേട്ടോ. 2 ഇഞ്ച് വിട്ടിൽ ഷേപ്പ് ആക്കണം. 2 ഇഞ്ച് വിട്ടിൽ നമ്മളിങ്ങനെ 3 ഇഞ്ച് കുഴിച്ച് ഷേപ്പ് ആക്കുക. തയ്ക്കുമ്പം നമ്മൾ ആ ഫ്രണ്ട് മാത്രം ഒരു ശകലം ഷേപ്പ് ആക്കണം. അത് തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ മതി. ഇപ്പോഴേ വെട്ടി വയ്ക്കുമൊന്നും വേണ്ട. തയ്ക്കാൻ എടുക്കുമ്പോഴത്തേക്ക് ഫ്രണ്ട് ഒന്ന് ഷേപ്പ് ആക്കി വയ്ക്കുക, അത്ര മതി.
അപ്പോൾ നമ്മൾ ലൈനിങ്ങിൽ നിന്ന് ആ കൈ വെട്ടിയെടുത്ത് ഇനി ബാക്കി തയ്ക്കുമ്പോഴത്തേക്ക് മെയിൻ പീസ് തയ്ക്കുമ്പോൾ അത് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും തയ്യൽ വീഡിയോ കാണണം. താങ്ക് യു.